കണ്ണൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂർ കൊലക്കേസിൽ വിചാരണ ആരംഭിച്ചു. CPIM നേതാക്കളായ പി ജയരാജനും TV രാജേഷും ഉൾപ്പെടെ 31 പ്രതികളും കോടതിയിൽ ഹാജരായി. ഒന്നാം സാക്ഷിയായ സക്കറിയ ഇന്ന് വിസ്തരിച്ചു. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പി ജയരാജൻ പ്രതികരിച്ചു. 33 പ്രതികളുള്ള കേസിൽ 2 പ്രതികൾ ജീവിച്ചിരിപ്പില്ല. 31 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. പ്രതികളെല്ലാം ഇന്ന് കോടതിയിൽ ഹാജരായി. ഷുക്കൂറിനൊപ്പം കുത്തേറ്റയാളാണ് ഒന്നാം സാക്ഷി സക്കറിയ. ജൂൺ 9-നുള്ളിൽ 21 സാക്ഷികളെയും വിസ്തരിക്കും. നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ഷുക്കൂറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്കയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. ഇന്ന് വന്നിരിക്കുന്ന ഒന്നാം സാക്ഷി സക്കറിയാണ്. ഐ വിറ്റ്നസ്സാണ്. ഷുക്കൂറിനോടൊപ്പം കുത്തേറ്റ ആളാണ്. ഇത്രയും വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് 13 വർഷമായിട്ടും ആ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നത്. ഏതായാലും ഇപ്പോൾ വിചാരണ തുടങ്ങി. അത് അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഏകദേശം 83 സാക്ഷികൾ മൊത്തമുണ്ട്. ക്രൈം സീനിലുണ്ടായിരുന്ന 21 പേര് പ്രൂവ് ചെയ്യേണ്ട 21 സാക്ഷികളുടെ വിചാരണയാണ് നടക്കുന്നത്. അവരെല്ലാം ഈ കോടതിയിൽ വന്ന് ഈ സാക്ഷികൾ വ്യക്തമായി പറയും. ഷുക്കൂറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ മുസ്ലിം ലീഗ് ഏതറ്റം വരെയും പോകുമെന്ന് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയും വ്യക്തമാക്കി. വിചാരണയിലേക്ക് കടന്ന കേസിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു പി ജയരാജന്റെ പ്രതികരണം. കേസിൽ പി ജയരാജൻ 32-ാം പ്രതിയും TV രാജേഷ് 33-ാം പ്രതിയുമാണ്. കൊലപാതകം നടന്ന് 13 വർഷത്തിന് ശേഷമാണ് കേസിൽ വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. 2012 ഫെബ്രുവരി 20-നാണ് ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജന്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയെന്നാരോപിച്ച് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ജയരാജനും രാജേഷിനുമെതിരെ കൊലപാതകം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കേസിനെ പറ്റി കോടതിക്കകത്താണല്ലോ പറയുന്നത്. പക്ഷേ കോടതിക്കകത്ത് ഇത് സംബന്ധിച്ച് പുറത്ത് മാധ്യമങ്ങളോട് യാതൊന്നും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.